ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണക്ക് പകരമായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഫെഡോർ സെർണിച്ച് എന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ സൈൻ ചെയ്യാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളും കൂടാതെ തന്നെ ISLനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ സൈൻ ചെയ്തതിനു ശേഷമുള്ള ഫെഡോർ എന്ന താരത്തിന്റെ ആദ്യ പ്രതികരണമാണ്. ഫെഡോറിന്റെ ആദ്യ പ്രതികരണം ഇപ്രകാരം: കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകരെ തനിക്ക് ഒരുപാട് ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഞാൻ ഒരുപാട് ആരാധകർക്ക് മുന്നിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ അവരെക്കാളെല്ലാം വ്യത്യസ്തമായിട്ടാണ് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകരെ കാണാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ക്ലബിന് വേണ്ടി കളിക്കാനും കൂടാതെ ആരാധകർക്ക് മുന്നിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാനും വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നമുക്ക് ഉടൻ തന്നെ കണ്ടുമുട്ടാം. സൂപ്പർ താരം ഫെഡോർ സെർണിച്ചിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരവും കേരള ബ്ലാസ്റ്റേഴ്സ് FCയും തമ്മിലുള്ള ഈ ഒരു കോൺട്രാക്ട് ഉള്ളത് ഈ ഒരു 10ാം സീസൺ അവസാനിക്കുന്നത് വരെയാണ്. ഇത്രയും ചുരുങ്ങിയ സമയത്തേക്കുള്ള ഇത്തരം ഒരു കരാറിൽ ഫെഡോർ എന്ന താരം സൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകരെ കണ്ടിട്ട് തന്നെയാണ്. ഇത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയിലേക്ക് താരം വരുന്നതിന് മുമ്പായി താരത്തിന് ഇൻസ്റ്റയിൽ 7K സംതിങ് ഫോളോവേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ സൈൻ ചെയ്തതിനു ശേഷം താരത്തിന്റെ അക്കൗണ്ടിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിലെ താരത്തിന്റെ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സിന്റെ കണക്കൊന്ന് നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ആരാധകരുടെ ഒരു ഫാൻസ് പവർ കണ്ട് ഞെട്ടിയിട്ടുണ്ടാവും. കാരണം താരത്തിന്റെ ഏറ്റവും അവസാനത്തെ പോസ്റ്റിൽ ഒരുപാട് മലയാളം കമന്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നത് മുംബൈ സിറ്റി FCയിലെ സൂപ്പർ താരമായ ഗ്രേഗ് സ്റ്റുവാർട്ടിനെ കുറിച്ചാണ്. നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ച് മുംബൈ സിറ്റി FCയിലെ സൂപ്പർ താരമായ ഗ്രേഗ് സ്റ്റുവാർട്ട് ക്ലബ്ബ് വിട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. താരം മുംബൈ സിറ്റി FCയുമായുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ക്ലബ്ബ് വിട്ടിട്ടുള്ളത്. കൂടാതെ താരം ഇന്ത്യ തന്നെ വിട്ട് പുറത്തേക്ക് പോകുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ താരം ക്ലബ്ബ് വിട്ട വിവരം മുംബൈ സിറ്റി FC തന്നെ ഒഫീഷ്യലായി കൊണ്ട് അറിയിച്ചിട്ടുമുണ്ട്. സാധാരണയായി നമ്മൾ കേൾക്കാറുള്ളത് ഒരു ക്ലബ്ബ് താരത്തിന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു എന്നാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഗ്രേഗ് സ്റ്റുവാർട്ട് തന്നെ തന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ക്ലബ്ബ് വിട്ടിട്ടുള്ളത്. ഒരു താരം തന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ക്ലബ്ബ് വിടാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്നുള്ളതും ഉറപ്പാണ്. ഏതായാലും ഇതിനെ തുടർന്നുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നത് ഫെഡോർ സെർണിച്ച് എന്ന ഈ ഒരു താരത്തെ സൈൻ ചെയ്തതിന് ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിൻകിസിന്റെ വാക്കുകളാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ SPയുടെ വാക്കുകൾ ഇപ്രകാരം: ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ മത്സരങ്ങൾ എല്ലാം തന്നെ കാണാറുണ്ട്. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം സെർണിച്ച് എന്ന ഈ ഒരു താരത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്നെ ആദ്യമായി ആകർഷിച്ചു. ഇതിനു മുൻപും സെർണിച്ച് എന്ന ഈ ഒരു താരത്തെ ഞങ്ങൾ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് നടക്കാതെ പോയി. പക്ഷേ ഇന്നത് വളരെ ഗംഭീരമായി സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള സന്തോഷവും ഉണ്ട്. കൂടാതെ ഈ ഒരു കുറഞ്ഞ സമയത്ത് തന്നെ സെർണിച്ച് എന്ന ഈ ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ വലിയ തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഏതായാലും സെർണിച്ചിന് എന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇങ്ങനെയെല്ലാമാണ് സെർണിച്ച് എന്ന ഈ ഒരു താരത്തെ സ്വന്തമാക്കിയതിനു ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസിന്റെ വാക്കുകൾ. കരോലിസിന്റെ ഇത്തരത്തിലുള്ള ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു സൈനിങ് വെൽ പ്ലാൻഡ് ആണ് എന്നുള്ളത്. ഏതായാലും കരോലിസ് കിൻകിസിന്റെ നാട്ടുകാരനായ സെർണിച്ച് എന്ന താരത്തിന് CK ടോക്സിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.